വെൽക്കം ബാക്ക് ടു കൈജു മൾട്ടിവേഴ്സ്. നമ്മൾ വീണ്ടും കൈജു മൾട്ടിവേഴ്സ് ആയിട്ട് വന്നേക്കുവാണ്. നമുക്കിതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഇതുമൊക്കെ ഉള്ളതിലേ കണ്ടിട്ടുള്ളൂ. പിന്നെ വന്ന കണ്ട ഇതിനെ ഞാൻ മേടിച്ച് ഇതിനെയും മേടിച്ച്. നിങ്ങൾക്ക് ഞാൻ എവനെ വരെ കാണിച്ചു തന്നു. ഇവോൾഡ് ഗോഡ്സില്ലയുടെ വീഡിയോ കാണിച്ചു തന്നായിരുന്നോ? ഞാൻ ഇവോൾഡിൻ്റെ കാണിച്ചു തന്നാ. എന്തായാലും ഒന്ന് കണ്ടു നോക്കണം. കാണിച്ചു തന്നില്ലായിരിക്കും. നമുക്കിതിനകത്ത് പുതിയ കുറേ കാര്യങ്ങൾ ഞാൻ കണ്ടുപിടിച്ച് എൻ്റെ അനിയനും മനസ്സിലാക്കി തന്നു. കണ്ടോ, നമ്മൾ ഈ സെറ്റിങ്സ് എടുക്കുവാണെങ്കിൽ ഉണ്ടോ, ഫാസ്റ്റ് മോഡ്, മ്യൂട്ട് ആംബിയൻസ്, ഹെഡ് ടേണിങ്. നമ്മളുടെ ബാക്കി ഒരുത്തവൻ വരുന്നുണ്ട്. ഞാൻ ചെന്നൈക്കാരെ ഇടിച്ച് കൊല്ലുന്നു. അവനെ നമുക്ക് ഇടിച്ച് കൊല്ലാം. പിന്നെ ടെയിൽ ടേണിങ് കണ്ട. നിങ്ങളൊരു കാര്യം കാണിച്ചു തരാൻ. അപ്പോൾ എൻ്റെ ടെയിൽ കണ്ട. ഇപ്പോൾ ഈ ടെയിൽ ടേണിങ് ഞാൻ ഓഫാക്കിയ ടെയിൽ ടേണാവും. ടെയിൽ അങ്ങോട്ട് മാത്രം ഇരിക്കും. എടാ ഞാൻ ഓഫാക്കിയത് അങ്ങനെ വെച്ചാടാ. എടാ അത് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കും എൻ്റെ ടെയിലിഞ്ഞ്. ഓക്കെ, അപ്പോൾ ടെയിൽ ടേണിങ് ഓൺ ആക്കിയാൽ കണ്ടോ ഓബ്ലി ആവും. കണ്ടോ എൻ്റെ ടെയില് ഇങ്ങോട്ട് നോക്കും ഇടയ്ക്കൊക്കെ. കണ്ട നോക്കുന്നുണ്ട. അത് തന്നെ. ഇനി നമ്മൾ ഹെഡ് ടേണിങ് ഇപ്പോൾ ഇങ്ങനെ ഞാൻ കാണിച്ചു തരണ്ട്. എൻ്റെ റോറ് വേസ്റ്റ് ആക്കണമല്ലേ. ഹെഡ് ടേണിങ്. അപ്പോൾ നമ്മൾ ഹെഡ് ടേണിങ് ഓഫാക്കിയിട്ട് ഈ റോറിന് വീണ്ടും കാത്തിരിക്കണം. അപ്പോൾ നമ്മൾ വേറെ കാര്യങ്ങൾ കാണിച്ചു തരാം. ചേഞ്ച് വെതർ ഉണ്ടോ? ചേഞ്ച് വെതർ ഉണ്ടോ? സ്നോ, ഹെവി റെയിൻ. എൻ്റെ മച്ചി ഇവിടെ പൂച്ചാണ്ടി ഇരിക്കുന്നു. എടാ നോക്കറ പൂച്ചാണ്ടി. അയ്യോ പൂച്ചാണ്ടി. അപ്പോൾ നമ്മൾ സാൻഡ് സ്റ്റോം കുഴപ്പമില്ല, അത്യാവശ്യം നല്ലതാണ്. പിന്നെന്താ സ്റ്റോർമ്, ലൈറ്റ് റെയിൻ. ഇത് രണ്ടും ഒന്നാ, സ്റ്റോർമും ലൈറ്റ് റെയിനും ഒക്കെ. പിന്നെ അത് രണ്ടും ഒന്നാ, ഒരു മാറ്റവും ഇല്ല. നമ്മളൊക്കെ അപ്പം നമുക്ക് ഡീഫോൾട്ട് ഇട്ട് തന്നെ കളിക്കാം. ഡീഫോൾട്ട് മതി. എൻ്റെ ഈ വെള്ളമൊക്കെ നേരത്തെ കറുത്തായിരുന്നായിരുന്നു ആയിരിക്കും. അപ്പം നോക്കാമല്ലോ. പിന്നെ നമുക്ക് റോറ് തിരിച്ചു വന്നു. ഇനി നമ്മൾ ഹെഡ് ടേണിങ് ഓഫാക്കി എന്നിട്ട് നമ്മൾ തലയാട്ടാൻ ശ്രമിച്ചാൽ കണ്ടോ പറ്റുന്നില്ല. പറ്റത്തില്ല. ടൈം സൈക്കിൾ ഇട്ടാലോ? ടൈം സൈക്കിൾ അതെന്ത്? അപ്പോൾ നമ്മൾ ഹെഡ് ടേണിങ്ങും ടെയിൽ ടേണിങ്ങും ഒക്കെ ഇട്ടേക്കുക. അപ്പോൾ പോവാം. പിന്നെ അതാ ഈ ടാബ് അതാണ്ട്, ഈ ടാബ് അപ്പുറത്ത് കൊടുക്കുന്നുണ്ട്. അത് നോക്കിയാൽ നമ്മളെ റാങ്കൊക്കെ കാണും. എൻ്റെ മുഖവും ഇതൊക്കെ എവിടെ എത്തുകൊണ്ട് പോടാ. എന്തായാലും എനിക്ക് 123 പിൻസൊക്കെ ഉണ്ട്. ഏറ്റവും പണ്ടേ കേട്ടോ ബഞ്ചി വന്ന് പോയി. ബഞ്ചിക്ക് ജാക്കറ്റൊക്കെ ഉണ്ട്. നേരത്തെ റൈവൽസിൻ്റെ ഒക്കെ വീഡിയോയിൽ ഞാൻ ഇട്ടപ്പോൾ അതിൽ ജാക്കറ്റൊന്നും ഇല്ല. ഇവിടെ കണ്ടോ, ഈ കിങ് കോങ്ങിനെയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഈ കിങ് കോങ്ങിൻ്റെ പേര് കോങ് ആക്സ്. പിന്നെ നോർമൽ കിങ് കോങ് ഇല്ലേ, ഈ ആക്സ് ഇല്ലാത്ത. യു ആർ നോട്ട് സ്റ്റോപ്പിങ് ഫൈറ്റിംഗ്, വി ആർ ഫ്രണ്ട് ടാക്കിങ്. പിന്നെ വേറെ ഓക്കെ ഫൈറ്റ് ആ പാട്ട്. ഇതിൻ്റെ ഇടയ്ക്ക് കയറി ചെന്ന് എന്നെ കൂടെ പഞ്ഞിക്കിടുന്നുണ്ട്. എടാ ഇല്ലാത്ത ഒരുത്തവന് പൊട്ടിത്തെറിപ്പിച്ച്. ഈ ഹെൽത്ത് കുറഞ്ഞവനാണ് ഈ പൊട്ടിത്തെറിപ്പിച്ചത്. എൻ്റെ മോനെ അടി കിടക്കുക. കണ്ടോ പൊട്ടിത്തെറിയിൽ എൻ്റെ പകുതി ഹെൽത്ത് എടുത്തുകൊണ്ട് പോയി. ഈ കോങ് ആക്സ് അത്യാവശ്യം ഭയങ്കര പവറുണ്ട്. അത്യാവശ്യം എന്നെ കൊല്ലാൻ പറ്റൂല എനിക്ക്. ഇവോൾഡ് ഗോഡ്സില്ല. നിങ്ങൾ ഇവോൾഡ് ഗോഡ്സില്ലയുടെ വീഡിയോ കണ്ടോ? ഞാൻ മറന്നുപോയി വീഡിയോ ഇട്ടോന്ന്.
എന്നാലും നമ്മൾ എവനെ കൊല്ലും ഇപ്പം. ചൊറിയുന്ന കശം ചൊറിയുന്ന എന്തിനാ ചെയ്യുന്നു? കൊന്നു 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 റോറിയ. ഹെട്ട് കുണ 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 നമുക്ക് നടക്കുമ്പോൾ കാര്യം ചെയ്യാൻ തോന്നുന്നു. ചെയ്യാം. അയ്യോ നടക്കുമ്പോൾ ബോഡി ഫുള്ളും കിട്ടുകയും ചെയ്യും. ഷിഫ്റ്റ് ലോക്ക് ഇട്ടിട്ട് ചെയ്യാം. ഉണ്ടോ ഷിഫ്റ്റ് ലോക്ക് ഇട്ടിട്ട്? എൻ്റെ വാല അങ്ങോട്ട് സ്റ്റക്കായി പോയി. ഇല്ല സ്റ്റക്കായില്ല. ഞാൻ ഇന്ന് രാവിലെ വിളിച്ചപ്പോൾ ആഡ്മിനൊക്കെ വന്നു ഇതിനകത്ത്. ഇതോടെ പൂരപ്പുറമ്പിൽ അടി കിടക്കുന്നവളും അടി കിടക്കുന്നു. ഇവിടെ ഒരു ചില്ല വേണോ? അല്ല ചില്ല എവിടെ നിന്നാണ് തോന്നുന്നത്. ചില്ലല്ല, കുപ്പിച്ചില്ലല്ല. ഇവിടെ കിടക്കുന്നതുണ്ടോ? ഇവിടെ നിറച്ചടി കിടക്കുന്നു. നമുക്കും പോയി അടി ഉണ്ടാക്കാം. മക്കളെ ഞാൻ വന്നറ എന്നെ എടുത്തോടെ. അവനെ അടിച്ച് പറപ്പിച്ചും കളഞ്ഞു. ഇല്ലില്ല വന്ന് യവൻ 3 വാക്കില്ല. എന്താണോ 3 വാക്ക ബട്ട്. അയ്യോ അവൻ്റെ ചങ്ങാതിയായിരുന്നെന്ന് തോന്നുന്നു. എന്നതാ അടിച്ചില്ലാമാക്കുന്നു. സ്റ്റോപ്പാ നിർത്താൻ പറഞ്ഞാൽ ഞാൻ നിർത്തൂലടാ. ഓക്കെ എൻ്റെ ഒരു ഇതങ്ങ് വേസ്റ്റാക്കി. എടാ കള്ളൻ എല്ലാമാരും എന്നെ ഇട്ട് പൊതിക്കും ഇപ്പം. ഉണ്ടോ എൻ്റെ മോനെ അടിച്ച് നമുക്ക് 2v വട്ടൊക്കെ എടുക്കാം. കുഴപ്പമില്ല. കൂടിയായിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്നു. അവന്മാർ പൊട്ടന്മാർ സ്വന്തമായിട്ട് അടിച്ച് കയറുക മിക്കവാറ്. അത് ശരി. എൻ്റെ അമ്മച്ചി അവന്മാരുടെ ഫാമിലി എന്നതാ വന്ന്. അയ്യോ എൻ്റെ കുടുംബം മൊത്തം കോങ്ങണം. ഇതിപ്പോൾ എന്തോ 1v4 ഒക്കെ. എടാ ഒന്ന് അടിയിടാ. എൻ്റെ മോനേതാ നോക്കിക്കൊണ്ട് വയ്ക്കുന്നു. എൻ്റെ ലാഗിയാവുന്നു. എൻ്റെ അമ്മച്ചി അവൻ്റെ കുടുംബം മൊത്തം വന്നു. എൻ്റെ അമ്മ അവൻ്റെ കുടുംബം എനിക്ക് അനങ്ങാൻ പോലും പറ്റുന്നില്ല. ഒരു അറ്റാക്ക് പോലും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ചത്രാ മോനെ ചത്ത് നമുക്കിപ്പോൾ നിങ്ങൾ യമൻ്റെ ഇത് കണ്ടില്ല. ഞാൻ ഇത് വേറെ എപ്പോഴെങ്കിലും ഉപയോഗിക്കാം. ഇപ്പോൾ എനിക്ക് ഈ സർവർ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ലിസാർഡിൻ്റെ എടുക്കാം. ലിസാർഡിൻ്റെ പൈസയൊക്കെ ഭയങ്കര മുട്ടനായിട്ട് കാണിപ്പോൾ കൊല്ലാം. ലിസാർഡിനെ വെച്ച് മല കയറിയത് തന്നെ. ലിസാർഡ് മല കയറിയടാ. അവനെ പിടിച്ചില്ല. അച്ചോടാ പാവോടാ. പാവൊന്നും അല്ല കേട്ടാ. എന്താ പിടിക്കണ്ടേ? ഇതോടെ ആക്സൊക്കെ എറിഞ്ഞു കളിക്കുന്നു. ടീമാടാ ടീമിന്ന് ചെഞ്ചുപോണേ. ഓക്കെ ചത്ത് എനിക്കൊന്നും ഞെക്കിയിട്ട് അടിക്കാൻ സമയം പോലും തരുന്നില്ലടാ. ഒരടി അടിച്ചെങ്ങനെ എൻ്റെ പോനെ എന്ന് ഞാൻ എല്ലാം അണതേ പോലും എല്ലാമാരും ഓടുന്നു. ഇപ്പം എന്തിനാ ഓടിക്കളിയത്? ഞാനിന്ന് കൊല്ലും. ഞാനൊന്ന് കൊല്ലും. ശെങ്ങനെയൊക്കെ എടാ ഈ സർവർ മൊത്തം ഇപ്പം ഈ കോങ്ങാടോ. എന്തുപോലെ അടി ആ കോങ്ങനെങ്കിലും കൊല്ലണം. എന്തോ പറഞ്ഞു സ്റ്റോപ്പും കഴിഞ്ഞു.
മെസ്സേജ് വൈകിയപ്പോൾ സമയമില്ല. ഏർലിയേ എറാസിയേ മീൻസ് ഹിയർ. ഓ പൊട്ടിത്തെറിയിലേക്ക് മേളം. ഓട് 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 ഓട്. റോറി 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 നോക്കി പഠിപ്പിക്കണം. യോ ഞാൻ ഷിഫ്റ്റ് ലോക്ക് പോലും ഇട്ടില്ല. അതിപ്പോൾ ഏതാ ഷിഫ്റ്റ് ലോക്ക് എന്ന് പോലും അറിയാൻ വയ്യ. അയ്യോ എൻ്റെ തല ഓ തലയൊക്കെ ഡിസ്കോഡായിട്ട് കളിക്കുന്നു. എൻ്റെ പൊന്നെ. ഓ ഇവിടെയൊക്കെ എന്തിനാ ഉണ്ടാവുന്നത്? ആ തറ മൊത്തം അടിച്ച് പൊളിക്കോ. എൻ്റെ അയ്യോ പൊട്ടിച്ച് ചത്ത്. അവിടെ മെസ്സേജ് ഉണ്ടോ? എൻ്റെ പൊന്നോളിയോ ഇവിടെ എന്തൊക്കെ സംഭവിക്കുന്നത്? അപ്പോൾ ഈ ലിസാർഡിനെയൊന്നും എടുക്കുന്നില്ല. ലിസാർഡിനെയൊക്കെ എടുത്താൽ ലിസാർഡ് ഫ്രൈ ആക്കി ഇങ്ങ് തരും. കോങ് ആക്സ് തന്നെ എടുക്കാം. ഷൂതോ അവിടെ എടാ അവന്മാർ തമ്മിൽ അടി. ഇതിൻ്റെ ആര് ഫ്രണ്ട്സൊന്നും അല്ല. എന്നാ കണ്ട ഒരു സെൻസ് ഇല്ല. ഇത്രയൊക്കെ കളി കളിച്ചിട്ട് അടി വരുന്നു. ഈ നമ്മൾ ഈ ഗോഡ്സിലേരെ വെച്ച് കാണിച്ചു തരാം പവർ എന്തൊക്കെയാണ്. ആദ്യത്തെ അടി, രണ്ടാമത്തെ അടി, മൂന്നാമത്തെ അടി കുറച്ച് ലോങ്ങ. അയ്യോ നാലാമത്തെ എന്തായിരുന്നു? നാലാമത്തെ അടി. ഗോഡ്സിലെ എന്നെ നോക്കി പഠിക്കുന്നു. ഡോമർ തമ്മി ഭയങ്കര അടി. നമുക്കെന്തൊന്നും പ്രശ്നമുണ്ടോ? നമ്മളെ കൂട്ടത്തിൽ ഒരാളായി. എത്ര കിങ്ങോങ്. ഈ കിങ്ങോങ്ങിന് ഭയങ്കര വില കുറവാണ്. അത് കാരണം ഏമാർക്കെല്ലാം മേടിച്ചത്. വില കുറവൊന്നും തോന്നുന്നു. 85,000 രൂപയുണ്ട്. എടാ ഈ ഗോഡ്സിലെ ആരും എന്താ? ഓ ആ ഗോഡ്സിലെ ടീമൊന്നും അല്ല. മൊത്തം പൊട്ടിത്തെറി തന്നെ ഇവിടെ അല്ല. നമ്മളപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഹെൽപ്പാ ഹെൽപ്പ് ചെയ്യാൻ തന്നെ. പക്ഷെ അവനെ കൊല്ലാൻ പറ്റില്ല. ഇവന് തലയും പാലും ഒന്നും ഇല്ലേ. അത് കാരണമാണ് എനിക്ക് തലയും പാലും നടക്കാൻ പറ്റാത്തത്. ഇവൻ്റെ തലയല്ലേ ഞാൻ അനക്കുന്നേ തോന്നുന്നു. അത് ഹെൽപ്പ് ചെയ്യണോ? കഷ്ടപ്പെടോ. ഓ ദാറ്റ്സ് കോൾഡ് ഇടി. പടക്ക്. എടാ അവൻ എത്ര വലിയ ഡാമേജ് ഒന്നും കൊടുത്തില്ല അവന്. കിങ് കോങ് വിത്ത് ആക്സ് സോ ലെയിം. പൊട്ടിത്തെറികളുടെ മേളം. അവനിപ്പോൾ ആരെ ഇടിക്കുന്നതെന്നൊരു മനസ്സിൽ. ഓഗിയാൻ്റെ കോക്രോച്ച്. ഇതോ അവൻ്റെ പേര് കണ്ടോ ആ ഗോഡ്സിലയുടെ ചെറിയ. അപ്പോൾ ഒഫീഷ്യലി നമ്മൾ ഈ കളി ഇവിടെ നിർത്തുകയാണ്. എന്താണെന്ന് പറഞ്ഞതാ 14 മിനിറ്റ് ഞാൻ ഈ വീഡിയോ എടുത്തോളൂ.
കാരണം എൻ്റെ ഈ ടാബ് ലാഗിയായി ചത്ത്. ഇപ്പം എനിക്കൊന്നും കാണാൻ വയ്യ. നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ പറയണം. എനിക്കിപ്പോൾ ഒന്നും കാണാൻ വയ്യ. അപ്പോൾ ഗൈസ് ടാറ്റ ബൈ ബൈ. നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ പറ്റുമെങ്കിൽ. ലൈക്കും കൂടെ ഒന്ന് ഞെക്കിക്കോ. ചുമ്മാ ഞെക്കിയാൽ മതി, കാരണമൊന്നുമില്ല. അപ്പോൾ ബൈ.